എന്താ കാട്ടിലൊക്കെ പോയിട്ട് ചേനത്തണ്ട മുറിക്കണം അപ്പാപ്പ. ചേനത്തണ്ടാ? ഇതാണ് ചേനത്തണ്ട്. കാട്ടുചേന പറയാ. കാട്ടുചേന കാട്ടി പോയി പറിച്ചിട്ട് സാധാരണ ചേനയിലെ അപ്പം വലിച്ചിട്ട് വരുന്നേ. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു കറി വെക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കാത്തവർ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇത് എങ്ങനെ നുറുക്കണം നമുക്ക് കാണിച്ചു തരാം. ഇത് കയ്യിൽ ഉറയൊക്കെ ഇട്ടിട്ട് വേണം, കൈ ചൊറിയും, ഉറയൊക്കെ ഇട്ടിട്ട് വേണം കൈയെടുക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഓക്കെ. ഇത് കാട്ടുചേനയായിട്ട് നന്നായി ചൊറിയും. അപ്പോൾ ഉറയൊക്കെ കെട്ടി അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതിങ്ങനെ എടുക്കാൻ. അതിങ്ങനെ എടുക്കാൻ. ഇത് നന്നായി ചൊറിയും. പക്ഷെ കറി വെച്ചാൽ ചൊറിയില്ല കേട്ടാ. ചൊറിയില്ല. അത് ചൊറിയില്ല. അപ്പം ഇത് നമ്മൾക്ക് നുറുക്കിയെടുക്കുക. എങ്ങനെ നുറുക്കണ്ടേ വെച്ചാൽ ചൊറിയും. ഇതെങ്ങനെ നുറുക്കിയെടുക്കുക. ഇങ്ങനെ നുറുക്കിയെടുക്കുക. ചൊറിയും. അതിൻ്റെ വെള്ളം തട്ടിയോടെയൊക്കെ ചൊറിയും. അങ്ങനെയാണ്. പക്ഷെ അത് തിന്നാൻ അടിപൊളി. മറ്റേ ചേനെ പോലെയല്ല, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. റോസ് കളർ. ഇന്ന് എൻ്റെ ഏട്ടനില്ലാത്ത വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ. കുറേ നാളിന് ശേഷം ആള് പണിക്ക് പോയി. ചോറ് ഊറ്റുന്ന പോലെ ഊറ്റണേ. ഇതിങ്ങനെയാണ് ചേമ്പ് കഴുകുക. അല്ല ചേനത്തണ്ട്, സോറി ചേനത്തണ്ടാണ്. കാട്ടുചേമ്പ് ചൊറിയുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെയാണ് കഴുകുക. എന്നിട്ടാ വാരാൻ വെക്കുന്നുണ്ട. അപ്പോൾ കയ്യിൽ നമ്മുടെ അഴുക്കൊന്നുമില്ല. ഇതൊക്കെ ഫ്രഷ് അല്ലേ, ഇതിലൊന്നുമില്ല. അഴുക്കോ മണ്ണോ ചളിയോ ഒന്നുമില്ല. വേണ്ട, ഇതിങ്ങനെ ഊറ്റിയെടുത്തിട്ട് ഇത് കൈ തൊടാണ്ടായി ചൊറിച്ചിലുണ്ടായില്ല. ഇനി ചൊറിയില്ല. ഇനി ഇത് കഴിക്കുമ്പോൾ ചൊറിയില്ല, നുറുക്കുമ്പോൾ മാത്രമേ ചൊറിയുള്ളൂ. ചൊറിയില്ലല്ലോ. ഇനി തൊട്ടാ കൈ എടുക്കട്ടെ കേട്ടാ. അങ്ങനെ കളഞ്ഞോ തേങ്ങ വെള്ളത്തിന്. ഒക്കെ പോയി. തേങ്ങ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ എനിക്ക് വെള്ളം തരാൻ പറ്റുന്നു. ഒക്കെ പോയി. കളഞ്ഞാണ് നിങ്ങൾ. ഒരു മുറി തേങ്ങ അരച്ചെടുക്കട്ടെ കേട്ടാ. അല്ല ചിരകട്ടെ കേട്ടാ. ഇതവിടെ കൊണ്ട് ഇത് കഴുകി തന്നിട്ടാ. കഴുകട്ടെ. ഒരു മുറി തേങ്ങ കേട്ടാ. കറണ്ട് ഇല്ല തോന്നുന്നു. അപ്പോൾ കല്ലിൽ തന്നെ അരയ്ക്കാൻ പറഞ്ഞിട്ടാണ്. കണ്ടു. ഇതിലേക്ക് കുറച്ച് ജീരകം കേട്ടാ. അരച്ചെടുക്കട്ടെ. ജീരകവും തേങ്ങ കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടാ. കുറേ കാലത്തിന് ശേഷം അമ്മയിൽ അരക്കണം. ശരി, പറഞ്ഞോളൂ. ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടാ. വാങ്ങിയെടുക്കട്ടെ കേട്ടാ. വാങ്ങിയെടുക്കട്ടെ കേട്ടാ. ഒന്ന് കല്ലൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇത് പരിപ്പ് കഴുകിയതാണ് കേട്ടാ. കഴുകിയതിലേക്ക് ഇട്ട് കൊടുക്കട്ടാ. എൻ്റെ പഴയ വീടാണ് കേട്ടാ. പരിപ്പ് കഴുകി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടാ. അടുപ്പ് എടുത്ത് വെച്ച് കൊടുക്കും. എന്നാൽ അടച്ചിട്ട് വേകട്ടെ. പരിപ്പൊന്ന് വേകട്ടെ. പരിപ്പ് വെന്തു കേട്ടാ. പരിപ്പൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേന കൈ കൊണ്ട് തൊടാൻ വെച്ച് കൊടുക്കണം കേട്ടാ. അല്ല ചേന തണ്ടാണ് കേട്ടോ. ഇതിലേക്ക് പിന്നെ ഉപ്പെടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി. ഉപ്പ് എടുത്തിട്ട് വാ. ഉപ്പ് എടുത്തിട്ട് വാ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ട് കൊടുക്കടാ. ഉപ്പ് എടുത്തിട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. നോക്കിയിട്ടിടാം.
കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അത് കുഴപ്പമില്ല. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടെ കേട്ടോ. പുളി ഒഴിക്കട്ടെ കേട്ടോ. കറുത്ത പുളിയാണ്. നമ്മുടെ അവിടെയൊക്കെ പുളി ഇതിന്റെ പകുതി കളർ ഉണ്ടാവില്ല. ഉപ്പുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ചൊറിയോ? ഇത് തിളക്കട്ടെ കേട്ടോ. പുളി വെച്ചിട്ടൊന്ന് തിളക്കട്ടെ. തേങ്ങയും ജീരകവും കൂടി അരച്ചാണ് കേട്ടോ. വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. തിളക്കട്ടെ കേട്ടോ. തേങ്ങ ഇട്ടിട്ട് തിളക്കട്ടെ. ഒന്ന് തിളക്കട്ടെ. കറി ആയിട്ടാ താളിച്ച എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടാ. ശിഖ അവിടെ എന്തൊക്കെയൊക്കെയോ ചെയ്യുക. ഉണ്ണി വാ ഇവിടെ. കറിയിട്ട് കൊടുക്കട്ടെ. എണ്ണ ചൂടായി. ശിഖ അവിടെ പോയിക്കോ. അവിടെ പോയിക്ക്. അവിടെ പോയി നിൽക്ക്. അച്ഛൻ വേണം. ഒരു സുഖമില്ലല്ലേ. ഇതൊക്കെ എൻ്റെ ചേച്ചി ചെയ്തതാണ്. ഞാനത് കാണിക്കില്ല കേട്ടോ. ജിജേ ഇതാ 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ. 2 പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ. പശുവിനേക്കാളും വലിയ കോഴിനേക്കാളും കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. കാണണില്ല. ഇങ്ങോട്ട് ഒരു നല്ല കളറിന് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. ഒട്ടുകത്ര നിങ്ങളില്ലേ അമ്മ എപ്പോഴെങ്കിലും പശുവിനേക്കാളും വലിയ കോഴിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കാട്ടുചേമ്പ് കറി, ചേന, കാട്ടുചേന തണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഫൈനൽ ലുക്ക്. ഇവിടെ ഇരുട്ടാണ്, വെളിച്ചം കുറവാണ്. അവിടുത്തെ പോലെയല്ല. അതെ, ഇതാ കൂട്ടാൻ്റെ ഫൈനൽ ലുക്ക്. നല്ല മണം. ഞങ്ങൾ ചോറിനട്ടെ കേട്ടാ. ബാ ചോറ് തരവാ. ഇരിക്കി ഇരിക്കടി. അതാ പോണണ്ടാ തോണി. മുറ്റത്ത് കൂടെ വെള്ളമാണ് കേട്ടാ. കറക്റ്റ് പോണണ്ട. അതാ പോയത്. തട്ടിവിട് ഓട്ടത്. ഉണ്ണി അവിടെ ആർപ്പോയി നിക്കടി. അമ്മ വെള്ളത്തിൽ കൂടെ മിറ്റോടിച്ച് കളിക്കണ്. ഇപ്പൊ മിറ്റോടിക്കാൻ സുഖമാണ്. എന്റെ മാമനാണ് ഗൈസ്. അവിടെ ഒരാൾ കുളിപ്പിച്ചോണ്ടിരിക്കുക. കുട്ടപ്പൂന്റെ കുളിസി. നാണം കുട്ടാപ്പൂ. ചേർത്തുണ്ട് കാട്ടുചേരൻ്റെ കറി കേട്ടാണ്. അങ്ങനെ ചോറ് കൊണ്ടിട്ട് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പാത്രം കൈയിടാൻ സ്ഥലമില്ല ഗൈസ്. കളർ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. കൊണ്ടാട്ടമുളക് ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊരെണ്ണം കടിച്ചാൽ ചോറ് പോണ വഴിയറിയില്ല. ഉണക്കി എടുത്തത് നമ്മൾ ഉണക്കിയെടുത്താണ്. ഞാൻ ഉണ്ട് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് എൻ്റെ കറി പറ. വെയിറ്റ് ചെയ്തിട്ട് മുളക് കഴിക്കണം.
നന്നായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിനിട്ടെ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് ടാറ്റാ. ഒരാളുടെ കുറവുണ്ട്, അതാണ് ഇവിടെ. ടാറ്റാ.